നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടലിൽ തിരച്ചിൽ തുടരുന്നു. ചാലിയാറിൽ നിന്ന് ശരീരഭാഗം കണ്ടെത്തി. ദുരന്ത ബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതി തള്ളും. തിരുവനന്തപുരത്ത് വീണ്ടും അമേബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് നാവായിക്കുളം സ്വദേശിക്ക്. തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ളത് 8 പേർ. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്തിയില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാരണം വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ. കേസിൽ അന്വേഷണം തുടരുന്നു. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. ലീഗ് അംഗങ്ങൾ LDF വോട്ട് ചെയ്തതോടെ നാടകീയ രംഗങ്ങൾ. നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് സംഘർഷം. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മേയർക്ക് നിവേദനം. സാമ്പത്തിക നഷ്ടം താങ്ങാനാകില്ലെന്ന് പുലിക്കളി സംഘങ്ങൾ. പുലിക്കളി വേണ്ടെന്ന് വെച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യം. വിശദമായി നോക്കാം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതി തള്ളും. ഇന്ന് ചേർന്ന ബാങ്ക് ഭരണസമിതി യോഗത്തിന്റേതാണ് തീരുമാനം. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകിയിരുന്നു. കൂടാതെ ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. PV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. വളരെ സന്തോഷമുള്ളൊരു വാർത്ത കൂടിയാണിത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതി തള്ളും. ഇന്ന് ചേർന്ന ബാങ്ക് ഭരണസമിതി യോഗത്തിന്റേതാണ് ഈ ആശ്വാസകരമായ തീരുമാനം. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകിയിരുന്നു. അതുമാത്രമല്ല, ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. തീർത്തും ആശ്വാസകരമായൊരു നടപടിയാണ് കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും പ്രധാനമായി ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരനാണ്. ജീവൻ തിരിച്ചു കിട്ടിയത് പോലും ഭാഗ്യമെന്ന് കരുതി ആ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തീരുമാനം കേരള ബാങ്ക് കൈക്കൊണ്ടത് തീർത്തും ആശ്വാസകരമാണ്. അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ നടപടി എന്ന് തന്നെ കേരള ബാങ്കിന്റെ ഈ പ്രവൃത്തിയെ പറയേണ്ടിയിരിക്കുന്നു. വായ്പകൾ എഴുതി തള്ളുക മാത്രമല്ല ബാങ്ക് ചെയ്തിരിക്കുന്നത്, 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായിരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ സംബന്ധിച്ച് അത്രമാത്രം ഒരുപാട് വായ്പകളും കടകളും ഒക്കെയുള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു രാത്രി ഉരുളെടുത്തപ്പോൾ സർവ്വതും നഷ്ടമായ ആളുകളാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ കണക്കെടുക്കാൻ പോലും ഇതുവരെ സർക്കാരിന് പോലും സാധിക്കാത്ത അത്ര വലിയ ദുരന്തത്തെയാണ് നമ്മൾ അതിജീവിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനമായി അവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് കാണിച്ച ആ മനസ്സ്, അത് നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കേരള ബാങ്ക് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടുത്തെ ജീവനക്കാർ, ഈ കേരള ബാങ്കിലെ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ നൽകാനും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും തീരുമാനമായിരുന്നു. തീർത്തും മാതൃകാപരമായ ആശ്വാസകരമായ നടപടി എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഒന്നുമില്ലാതെ ജീവിതം മാത്രം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വായ്പകൾ ഉണ്ടാകാം, ഒരുപാട് കടകൾ. പക്ഷേ ജീവിതം തന്നെ ഇനി ഒന്ന് എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ആളുകളാണ് അവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേരള ബാങ്ക് കടന്നത് വലിയ ആശ്വാസമാണ്. മറ്റ് ബാങ്കുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ നടപടിയാണ് ഇത്. അഭിനന്ദനാർഹമാണ്. അത് അഭിനന്ദിച്ചേ മതിയാകൂ. VV അരുൺ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്.
ചൂരൽമലയിലെ ശാഖയിലാണ് കേരള ബാങ്കിന്റെ ശാഖയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ചൂരൽമല ശാഖയിലെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളും ഈ ദുരന്ത ബാധിതരുടേതെന്നാണ് ഏറ്റവും പുതിയ വിവരം. അത് തീർത്തും ആശ്വാസകരമായൊരു നടപടിയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബാങ്ക് ഡയറക്ടർ പി ഗഗാറിൻ നമുക്കൊപ്പം ചേരുന്നു. സർ, വളരെ ആശ്വാസകരമായൊരു നടപടി, അഭിനന്ദനാർഹമായ നടപടി എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വലിയ ദുരന്തത്തിന്റെ വേദനയിലാണ് ഈ നാട് മുഴുവൻ. അപ്പോൾ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളാൻ കാണിച്ച മനസ്സിനാദ്യം അഭിനന്ദനങ്ങൾ. ഹലോ, പറഞ്ഞോളൂ സർ. അപ്പൊ ഞങ്ങള് കേരള ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോ മരണപ്പെട്ട ആളുകളുടെ വായ്പയാണ് എഴുതി തള്ളാനും അത് ഗവൺമെന്റിലേക്ക് കൊടുക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത് അവിടെ വായ്പയുള്ള മഹാഭൂരിപക്ഷ ആളുകളും സാധാരണക്കാരാണ്. ഇതൊരു പ്ലാന്റേഷൻ മേഖലയായതുകൊണ്ട് തന്നെ കേരള ബാങ്കിന്റെ തോട്ടം തൊഴിലാളികളുടെ വായ്പാ സ്കീം തന്നെ ആരംഭിക്കുന്നത് ചൂരൽമല ബ്രാഞ്ചിലെ തോട്ടം തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അന്ന് അത്തരൊരു സ്കീം തന്നെ ആരംഭിക്കുന്നത്. അതായത് വീടില്ലാതെ പരസ്പര ജാമ്യത്തിൽ വായ്പ കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെ ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായ ആളുകൾക്ക് വായ്പ അവിടെ ലഭ്യമായത്. അതോടൊപ്പം തന്നെ അവിടെ ടൂറിസം വികസനമൊക്കെ ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ഇടപെടാൻ പറ്റുന്ന വായ്പകളും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ മരണപ്പെട്ടവരതാണ് എഴുതി തള്ളിയത്. മറ്റുള്ള വായ്പകളെ സംബന്ധിച്ചും വിശദമായി പഠിച്ച് ആളുകൾക്ക് ഈ ദുരന്തബാധിതർക്ക് എന്തെങ്കിലും പ്രയാസം വരാത്ത രീതിയിലുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് തുടർന്നും സ്വീകരിക്കും. ഇത് മറ്റെല്ലാ ബാങ്കുകളും ഇത് ഒരു സന്ദേശമായി തന്നെ കണക്കാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാർ, ഇപ്പോൾ സൂചിപ്പിച്ചു ഈ മരണപ്പെട്ട ആളുകളുടെ വായ്പകളാണ് എഴുതി തള്ളുന്നതെന്ന്. അത് അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമായിരിക്കും. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇനി ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം കരപിടിപ്പിക്കേണ്ട ആളുകളാണ് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലടക്കം കഴിയുന്നത്. തീർത്തും കേരള ബാങ്കിന്റെ ഈ ഒരു നടപടി അത് അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്, മാതൃകാപരമാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ വായ്പകൾ കൂടി എഴുതി തള്ളാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ സാർ ഈ ഘട്ടത്തിൽ? അല്ല, ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ട് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കും. പ്രത്യേകിച്ച് ബിസിനസ് വായ്പ കൊടുത്തവരെ അവരെ ജീവിതം തുടർന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും, പരിശോധിക്കും. ആ വായ്പക്കാർക്ക് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു എന്നുള്ളത് കൊണ്ട് ഈ ദുരന്തബാധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വിഷമം ഇല്ലാത്ത വിധം അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം വിശദമായി തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് തുടർന്ന് അങ്ങോട്ട് ബാക്കി ആളുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുക. അതെ, തീർച്ചയായും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സാർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ മരണപ്പെട്ട ആളുകളുടെ വായ്പകൾ മാത്രമാണല്ലോ അല്ലേ എഴുതി തള്ളുന്നത്, അല്ലേ? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചു, അയാളാണ് വായ്പ എടുത്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ലല്ലോ? തീർച്ചയായും വളരെ വ്യക്തമാണ് താങ്കളുടെ വാക്കുകൾ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, വളരെ ആശ്വാസകരമായൊരു നടപടിയാണ് കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വളരെ അഭിനന്ദനങ്ങൾ സർ. ഇത്തരത്തിലുള്ള ഈ തീരുമാനങ്ങൾ മറ്റു ബാങ്കുകൾക്കും മാതൃകയാക്കാവുന്നതാണ്. കാരണം നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കാൻ ഇത്തരത്തിലുള്ള വലിയ സന്മനസ്സുകൾ മറ്റു ബാങ്കുകൾ കൂടി കാണിക്കുകയാണെങ്കിൽ അത് ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിരിക്കും. ബേബി അരുൺ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമ്മളിപ്പോൾ ശ്രീ ഗഗാറിൻ താങ്കൾ തുടരുന്നു എന്ന് മനസ്സിലാക്കും. താങ്കൾക്ക് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണത്? പറഞ്ഞോളൂ. സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും വയനാട്ടില്. അപ്പൊ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും ജനങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന നിലപാട് ഒരു തരത്തിലും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ജനങ്ങളോടൊപ്പം നിന്ന് അവരെ ഇനിയും എന്തെങ്കിലും പുതിയ ജീവിത സാഹചര്യം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ സഹായിക്കും. തീർച്ചയായും. ഓക്കെ.
വളരെ നന്ദി സാർ താങ്കളുടെ വാക്കുകൾക്ക്. പി ഗഗാറിൻ കേരള ബാങ്ക് ഡയറക്ടറാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറയുന്നു സാധാരണക്കാരായ ജനങ്ങളാണ്, ആ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വായ്പയായിരുന്നു അത്. പക്ഷേ ആ ആളുകളാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തത്തിൽ ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മരണപ്പെട്ട ആളുകളുടെ വായ്പകൾ അവർ എഴുതിത്തള്ളാൻ, കേരള ബാങ്ക് എഴുതിത്തള്ളാനുള്ള നടപടി, മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മറ്റാളുകളുടെയും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെയും വായ്പകൾ എഴുതിത്തള്ളുന്ന ആലോചനകൾ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ആശ്വാസകരമായ, മാതൃകാപരമായ, സന്തോഷകരമായ വിവരമാണ് ലഭിച്ചത്. വളരെ നന്ദി ശ്രീ ഗഗാറിൻ ഞങ്ങളോടൊപ്പം ചേർന്നത്. ഇപ്പോൾ വി അരുൺ കൂടി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, കേരള ബാങ്ക് ഡയറക്ടറാണ് നമ്മളോടൊപ്പം അല്പസമയം മുൻപ് ചേർന്നത്. അദ്ദേഹം പറയുന്നുണ്ട് മരണപ്പെട്ട ആളുകളുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ഇനി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്തും മാതൃകാപരമായ, ആശ്വാസകരമായ നടപടി അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾ EMI അടച്ചില്ല എന്ന കാരണം കൊണ്ട് അത് അടയ്ക്കാൻ നിർബന്ധിക്കുമ്പോൾ കേരള ബാങ്ക് എടുത്ത സമീപനം തീർച്ചും ആ രീതിയിൽ അഭിനന്ദനാർഹം തന്നെയാണ്. മുണ്ടക്കയിൽ ഉരുൾപൊട്ട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുക്കൾ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നത്. മരണപ്പെട്ടത് മാത്രമല്ല, ഈ വായ്പ ഈടായി വീടും വസ്തുവകൾ നൽകിയവരുടെ വായ്പകളും എഴുതിത്തള്ളാനാണ് ബാങ്കിന്റെ ഭരണസമിതി യോഗം, കേരള ബാങ്കിന്റെ ഭരണസമിതി യോഗം തീരുമാനിച്ചത്. അതിനു പുറമെ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള ബാങ്ക് സംഭാവന നൽകിയിരുന്നു. ജീവനക്കാർ സ്വമേധയാ 5 ദിവസം ശമ്പളവും നൽകിയിരുന്നു. അതായത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തം പോലും പരിഗണിക്കാതെ അതുപോലും അവഗണിച്ചുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ വായ്പാ കുടിശ്ശിക അടയ്ക്കാനും അതുപോലെ തന്നെ മാസത്തവണകൾ പിടിച്ചെടുക്കാനുമുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് കേരള ബാങ്ക്, സംസ്ഥാന സർക്കാരിന്റെ സഹകരണ ബാങ്ക് ഈ രീതിയിലൊരു മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്ന വലിയ ആശ്വാസമാകും സ്വാഭാവികമായി. എത്ര പേരാണ് ഇത്തരത്തിൽ ബാങ്ക് വായ്പ എടുത്തത് വ്യക്തമല്ല. എത്ര പേർ ആണെങ്കിലും അത് വലിയ ആശ്വാസമാണ് ഈ ദുരിതബാധിതർക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ചൂരൽമല ശാഖയിലെ മരിച്ചവരുടെ വായ്പകൾ പൂർണ്ണമായും ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിത്തള്ളുമെന്നാണ് കേരള ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡയറക്ടറാണ് നമ്മളോടൊപ്പം അല്പസമയം മുൻപ് ചേർന്നത്. വളരെ ആശ്വാസകരമായ നടപടിയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനി ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ വായ്പകൾ കൂടി എഴുതിത്തള്ളുന്ന കാര്യം ആലോചിക്കുമെന്നും പി ഗഗാറിൻ, ഡയറക്ടർ ഓഫ് കേരള ബാങ്ക്, അദ്ദേഹം പറയുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയും ചൂരൽമലയും കാണാതായവർക്കായുള്ള തിരച്ചിൽ 14-ാം ദിവസം തുടരുന്നു. ചാലിയാറിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹ ഭാഗം കണ്ടെത്തി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ പുരോഗമിക്കുകയാണ്. തുടർച്ചയായ 14-ാമത്തെ ദിവസമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ നിന്ന് കാണാതായിരിക്കുന്ന 133 പേരെ കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ തെരച്ചിലിൽ മാത്രം 2000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. അവർ പ്രധാനമായി മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്തിയ ചില മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം അനിവാര്യമായി വന്നിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ മൃതദേഹ ഭാഗങ്ങൾ അടക്കം ഇന്ന് എയർലിഫ്റ്റ് ചെയ്യും. അതോടൊപ്പം പ്രധാനമായി ഇന്ന് ചാലിയാർ പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടന്നത്. മുണ്ടേരി ഫാം പ്രദേശം തുടങ്ങി 5 കിലോമീറ്റർ അപ്പുറത്ത് നീളുന്ന തരത്തിലായിരുന്നു തെരച്ചിൽ നടപടികൾ. NDRF സേനാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ അവരടങ്ങുന്ന 60 അംഗ സംഘമാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 6 കിലോമീറ്റർ ഭാഗത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പമാണ് പാണാൻകയത്തിൽ, വനമേഖലയാണ്, പാണാൻകയത്തിൽ 50 അംഗ സംഘം വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. സ്വാഭാവികമായി 2 സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തെരച്ചിലിൽ മൃതദേഹ ഭാഗങ്ങളടക്കം കണ്ടെത്തിയാൽ അവ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഈ കാണാതായവരെ കുറിച്ച് മറ്റ് സൂചനകളൊന്നും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി എത്ര ദിവസം ഇങ്ങനെ അങ്ങ് തെരച്ചിൽ തുടരാമെന്ന ഒരു വലിയ ശ്രമകരമായ ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായി മന്ത്രിസഭാ ഉപസമിതി അടക്കം കൽപ്പറ്റയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ
അവർ കൂടി റവന്യൂ അധികൃതരുമായി സംസാരിച്ചായിരിക്കും എന്നുവരെ ഇങ്ങനെ തെരച്ചിൽ തുടരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ കൂടി ഈ രക്ഷാദൌത്യം ഇങ്ങനെ തന്നെ തുടരും. ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് സൂചന. എന്തായാലും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം സഹായത്തോടെയാണ് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. നാവായിക്കുളം സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിലെ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണറവിളയിലും പേരൂർക്കടയിലും നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനു പിന്നാലെ നാവായിക്കുളത്തും രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആശങ്ക കൂട്ടുന്നതാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവപരിശോധനാ ഫലം ലഭിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യപ്രവർത്തകരോട് പറഞ്ഞു. ഇവർ ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ രഹസ്യമായി മറവു ചെയ്ത നവജാത ശിശുവിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നതിനാണ് കാരണം. രഹസ്യമായി മറവ് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞിനെ സൂക്ഷിച്ചത് ടെറസിന്റെ സൺഷെയ്ഡിലാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. പ്രസവശേഷമാണ് ഗർഭിണിയായിരുന്നുവെന്ന് യുവതി ആൺസുഹൃത്തിനെ അറിയിക്കുന്നത്. വിവരം അറിയിക്കുമ്പോൾ അറസ്റ്റിലായ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ആൺസുഹൃത്ത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. കോൺഗ്രസുമായുള്ള തർക്കത്തിന് പിന്നാലെ ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടുകൂടിയാണ് ഭരണം നിലനിർത്തിയത്. CPMലെ സബീന ബിഞ്ചുവാണ് നഗരസഭാ അധ്യക്ഷ. നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും. ഇത് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അടക്കമാണ് കയ്യേറ്റം ചെയ്തത്. മീഡിയ 1 റിപ്പോർട്ടർ മുഹമ്മദ് ആഷിഖ്, ക്യാമറമാൻ സിജു സുധാകരൻ, ഡ്രൈവർ സജിൻ ലാൽ എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും ഭീഷണി. തൊടാൻ അവകാശമുണ്ടോ? വീഡിയോ എടുക്കും, തല്ലുന്ന വീഡിയോ എടുക്കും. വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാതെ. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമല്ലോ. വീഡിയോ എടുക്കും. നീ എന്നായാലും വീഡിയോ എടുക്കും. എന്നായാലും വീഡിയോ എടുക്കുക. നീ മോളെ നമ്മളെ അടുത്ത് കാണിക്കണ്ട. പോയാ മതി. നീ പേര് പറഞ്ഞിട്ട് പോയാ മതി. നീ പോടാ. നീ ആരാണ്? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാണ് ഇടാന്ന് വിളിച്ചേ? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാ ഇടാന്ന് വിളിക്കാൻ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? അവന് പേരുണ്ട്. നീ എന്റെ റിപ്പോർട്ടറെ നീ എന്ത് ഇടാന്ന് വിളിച്ചേ? എടുക്കൂടാ. നീ എന്റെ മേത്ത് കൈവച്ചു. നീ എന്റെ മേത്ത് കൈവച്ചു. തിരിച്ച് കൈവെക്കുന്ന അല്ല എന്റെ സ്വഭാവം. പേര് പറയട്ടെ. എന്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ മീഡിയ 1 തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ഇവിടുത്തെ എന്താണ് ജോലി? എന്താണ്? പറ. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഈ ഉന്തും തള്ളും അതെന്തിനായിരുന്നു? ഈ മാധ്യമപ്രവർത്തകരെ നേരെ തിരിഞ്ഞത് അതെന്തിനായിരുന്നു?
ഇന്ന് PR ചേംബറിൽ മന്ത്രി MP രാജേഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാർ തമ്മിലുള്ള തർക്കം ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായ ആഷിഖ് ആ ഭാഗത്തേക്ക് പോയത്. തുടർന്ന് ആഷിഖ് ഇത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഈ സമയം ജീവനക്കാർ ആഷിഖിന് നേരെ തിരിഞ്ഞു. ആഷിഖിന്റെ ക്യാമറാമാൻ സിജോയും ആ ഭാഗത്തേക്ക് ചെന്നു. ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന കാര്യമാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടത്. ഇത് ക്യാമറയിൽ തല്ലുകയും പിന്നീട് അസഭ്യം വിളിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഈ സമയത്ത് കൂടുതൽ മാധ്യമ പ്രവർത്തകർ അവിടേക്ക് വന്നു. അകാരണമായി മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും അസഭ്യം പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നിരവധി ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ജീവനക്കാർ അടക്കമുള്ളവർ, പോലീസ് ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് സെക്രട്ടേറിയറ്റിനുള്ളിലുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ പ്രകോപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ഇടപെടാൻ വൈമനസ്യമുണ്ടായിരുന്നു. പിന്നീട് ഈ ബഹളമുണ്ടാക്കിയ ക്യാമറാമാനെ അതോടൊപ്പം തന്നെ റിപ്പോർട്ടറെയും കയ്യേറ്റം ചെയ്യുകയും അവരോട് അസഭ്യം പറയുകയും ചെയ്ത ജീവനക്കാരനെ മറ്റ് സഹപ്രവർത്തകർ ചേർന്ന് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് PR ചേംബർ സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിനുള്ളിലേക്ക് കയറ്റിവിടുകയായിരുന്നു. പിന്നീട് ഈ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള തീരുമാനം അത് അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. കന്റോൺമെന്റ് പോലീസിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ ജീവനക്കാരുടെ അതിക്രമം ഉണ്ടായത്. ജീവനക്കാർ തമ്മിലുള്ള തർക്കം, ആ ഒരു തർക്കം എന്താണെന്ന് അന്വേഷിക്കുകയും അത് ആ ഭാഗത്തേക്ക് എത്തിയ മാധ്യമ പ്രവർത്തകരെയുമാണ് ക്യാമറ തല്ലിപ്പൊളിക്കുമെന്ന ഭീഷണിയും അസഭ്യം പറഞ്ഞതും അതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്തതും ക്യാമറയിൽ ഉൾപ്പെടെ തല്ലിക്കൊണ്ടായിരുന്നു ഈ അസഭ്യം വിളി. സെക്രട്ടേറിയറ്റിനുള്ളിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് 9 പുലിക്കളി സംഘങ്ങൾ തൃശൂർ മേയർക്ക് സംയുക്ത നിവേദനം നൽകി. പുലിക്കളി ഒരുക്കങ്ങളുടെ ഭാഗമായി ഓരോ ടീമിനും 3 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ചിലവായി. പുലിക്കളി നടത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം താങ്ങാനാവില്ലെന്നും ടീമുകൾ. പുലിക്കളി വേണ്ടെന്നു വെച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പുലിക്കളി നടത്താത്ത പക്ഷം തങ്ങൾക്കുണ്ടായ ബാധ്യത കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ഇടവേള. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാറിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം. ആവശ്യമായ ജലം തമിഴ്നാട്ടിന് നൽകി സുരക്ഷിതമായ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. തമിഴ്നാടുമായി ചർച്ചകൾ ഫലപ്രദമായി തുടരുകയാണെന്നും തമിഴ്നാടിനോട് ശത്രുതാ മനോഭാവമില്ലെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ യോഗം ചേർന്നു. ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായ ഒരു കാര്യം, കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത്. ഇതിന് വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം. ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക, ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക, എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ റിവ്യൂ ചെയ്യും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്, ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട്, ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട്, ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ്. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്ന ആരോപണം. CPM ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടൽ ലോക്കൽ സെക്രട്ടറി ഉന്മേഷ്, കൂരമ്പാല ബ്രാഞ്ച് സെക്രട്ടറി ദീപു തുടങ്ങി ഒട്ടേറെ പ്രാദേശിക നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ സംയുക്ത വ്യാപാരി കൂട്ടായ്മ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി വാക്കുതർക്കം. ടൗണിൽ എവിടെ വാഹനം നിർത്തിയാലും പിഴ ഈടാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആരോപണം.
കടകൾ അടച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കടയടപ്പ് സമരത്തിനിടെ വ്യാപാരികൾ റോഡ് ഉപരോധത്തിന് ശ്രമം നടത്തിയെങ്കിലും സംഘടനാ നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് പിൻവാങ്ങി. മേഖല പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് അനുകൂല നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി. KRFBയുടെ നേതൃത്വത്തിൽ കുഴികൾ അടച്ച ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിന് പിന്നാലെയാണ് നടപടി. യാത്രാ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും സമരം നടത്തിയിരുന്നു. ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം 2024 ഭാഗമായി ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡയറി എക്സ്പോ സംഘടിപ്പിച്ചു. ക്ഷീരസംഘം പ്രതിനിധികൾക്കായുള്ള ശില്പശാല പരിപാടികൾ മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറും ശില്പശാലയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപും നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യമായാണ് ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തി മൂന്നാറിൽ ലക്ഷ്മി ക്ഷീര സംഘം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്.